മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഉറക്കം അല്ലെങ്കിൽ ജോലി സമയം ഇതിനൊക്കെ പ്രകൃതി ചില നിയമങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഉണ്ടാകുക, അഥവാ നാം എപ്പോൾ ഉണരണമെന്ന് തീരുമാനിക്കുക. ശരീരത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം അത് ബാധിക്കുന്നുണ്ട്. സിർക്കാഡിയൻ റിതം എന്നാണ് അതിന് പറയുന്നത്. പക്ഷെ അത് ലൈംഗികതയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സിർക്കാഡിയൻ റിതം തെറ്റുകയാണെങ്കിൽ, അതായത് നാം രാത്രി വളരെയധികം ഉറക്കളയ്ക്കുക, അതുപോലെ തന്നെ പകൽ വേണ്ട രീതിയിൽ കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെയുള്ള സമയക്രമം തെറ്റിച്ച് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈംഗികതയെ അത് ബാധിക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് പറയുവാനുള്ള കാരണം, ഒരു 3-4 കേസ് ഇവിടെ വരികയുണ്ടായി. 1-2 പേര് പത്രപ്രവർത്തകർ, അതായത് പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ നൈറ്റ് ഡ്യൂട്ടി മാത്രമാണ് അവർക്കുള്ളത്. അതായത് പകൽ അവർക്ക് ഡ്യൂട്ടിയേ ഇല്ല. വർഷങ്ങളോളം അവരങ്ങനെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഇവരെല്ലാവരും തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ, അവർക്കൊരു 40-45 വയസ്സാകുമ്പോൾ തന്നെ ലൈംഗിക ശേഷിക്കുറവുമായിട്ട് ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗൾഫിൽ ചില മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്ന ചില വ്യക്തികൾ, അവരുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് ഏറെക്കുറെ ഒരു 10 മണിക്കാണ്. 4 മണി വരെ അവിടെ ഹോൾസെയിൽ മാർക്കറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു, അവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വ്യക്തികൾക്കും നാട്ടിൽ വരുമ്പോൾ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല, ലൈംഗിക ശേഷിയില്ല. അവർ പകൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, എന്നാലും ആ ഉറക്കം ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ളൊരു ഉറക്കമല്ല. നമ്മുടെ ബോഡി ശരീരം ക്രമീകരിച്ചിരിക്കുന്നത് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ താപനില ഇതെല്ലാം അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ രാത്രി ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ചില വ്യക്തികൾക്ക് ലൈംഗിക ശേഷി എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജോലിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ലൈംഗികതയെ ബാധിക്കാറുണ്ട്. IT ഫീൽഡിലുള്ളവർക്ക്, ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക്, അധ്യാപകർക്ക്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്. ഇതിൽ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അഥവാ ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ കാരണം അവർ മിക്കപ്പോഴും കമ്പ്യൂട്ടറുമായിട്ട് ഇടപെടുമ്പോൾ ബ്ലൂ ഫിലിമുമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്നനുസരിച്ച് വർക്ക് സ്ട്രെസ്സ് കണ്ടമാനം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഹോർമോണിൽ വ്യതിയാനം വരുന്നുണ്ട്. ഇനി ബാക്കി ജോലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കഠിനമായിട്ടുള്ള എപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന ജോലി, അതായത് പോലീസിൻ്റെ ജോലി, ആ രീതിയിലുള്ള ജോലിയൊക്കെ വരുമ്പോൾ അവർക്കും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഈ കാരണം ബാധിക്കാറുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ലൈംഗികത ഉടലെടുക്കണം, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ക്ലിയറായിട്ട് വർക്ക് ചെയ്ത് പോകണം. അതിനകത്ത് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് വരുന്ന ഒരവസ്ഥ വന്നാൽ ലൈംഗികത ഉണ്ടാവില്ല. ഇവിടെ നൈറ്റ് ഡ്യൂട്ടി മാത്രം എടുക്കുന്ന ചില വ്യക്തികളെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം വ്യക്തികൾക്ക് ലൈംഗികത ഇല്ലാതാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം അത് സിർക്കാഡിയൻ റിതം. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ന സമയത്ത് നമ്മൾ ഉണരണം, അതിനനുസരിച്ചാണ് നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. അതായത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഈ റിതമാണ്. അതങ്ങോട്ട് തെറ്റുന്നതോടുകൂടി അവർക്ക് വേണ്ട രീതിയിലുള്ള ഹോർമോൺ ഉൽപ്പാദനം നടക്കാതെ വരുന്നു. അങ്ങനെ ഹോർമോൺ ഉൽപ്പാദനം നടക്കാതെ വരുന്നതോടുകൂടി അതിനകത്ത് ലൈംഗികതയെ അത് കാര്യമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ലൈംഗിക ആഗ്രഹം കുറയ്ക്കുന്ന, അതായത് ലിബിഡോ കുറയ്ക്കുന്ന ഒന്നാണ്. സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന വ്യക്തികളിൽ ലിബിഡോ അഥവാ ലൈംഗിക ആഗ്രഹം ഇല്ലാതായി കാണുന്നതിന് ഉള്ള പ്രധാന കാരണം അവരുടെ ഹോർമോൺ ലെവൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നതാണ്. ഇനി നമുക്ക് ഹോർമോണിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. സ്ഥിരമായി ജോലി ചെയ്യുന്ന, അതായത് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, പകൽ അവർ ഉറങ്ങുന്നുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി കാലങ്ങളിൽ സ്ഥിരമായി ഡ്യൂട്ടി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയുന്നു. സ്ത്രീകളിലാണെങ്കിൽ അത് ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നു. ഈ 2 ഹോർമോണും ഇല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുകയില്ല, ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകില്ല, ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള താല്പര്യമില്ലാതാകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന വ്യക്തികളിൽ ഉയരുകയാണ് ചെയ്യുക. അങ്ങനെ കോർട്ടിസോൾ ഉയരുന്നതോടുകൂടി അവർക്ക്
ലൈംഗിക ശേഷി ഇല്ലാതാകും. അത് സാധാരണഗതിയിൽ മറ്റു രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്കും ലൈംഗികത ഇല്ലാതാവുന്നതിൻ്റെ ഒരു കാരണം കോർട്ടിസോൾ ഉയരുന്നതുകൊണ്ടാണ്. കോർട്ടിസോൾ എപ്പോൾ ഉയരുന്നോ അപ്പോൾ ലൈംഗികത ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമോൺ വളരെയധികം ഉയരുന്നതായി കാണുന്നുണ്ട്. അത് ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നു, ഈസ്ട്രോജൻ കുറയുന്നു, കോർട്ടിസോൾ ഉയരുന്നു. അങ്ങനെ കോർട്ടിസോൾ ഉയരുന്നതോടുകൂടി ലൈംഗിക ശേഷി ഉള്ളതും കൂടി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇനി മറ്റൊരു കാര്യം, നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കത്തോടു കൂടിയാണ് അവർ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ല, ഉറക്കത്തോടു കൂടിയാണ് അവർ ഡ്യൂട്ടി എടുക്കുന്നത്. ഇത് കണ്ടമാനം സ്ട്രെസ്സിലേക്ക്, ആങ്സൈറ്റി ഡിസോർഡറിലേക്കും മറ്റും പോകാറുണ്ട്. സാധാരണ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പകൽ വണ്ടി ഓടിക്കുന്നവനും രാത്രി വണ്ടി ഓടിക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. പകൽ ഉറങ്ങിയിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ കൂടി അവിടെ ശ്രദ്ധ മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിലും പുലർച്ചെയൊക്കെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് രീതിയിൽ പറഞ്ഞാലും ശരി മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോർട്ടിസോൾ ഹോർമോൺ ഉയരും, അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ലൈംഗികതയെ ഇല്ലാതാക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഇതാണ് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒന്ന്. മെലറ്റോണിൻ എന്ന ഘടകം രാത്രി ഡ്യൂട്ടി എടുക്കുന്നവർക്ക് ഇല്ലാതാകുന്നു. മെലറ്റോണിൻ്റെ അളവ് കുറയുന്നതോടുകൂടി അത് സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള ഉറക്കമില്ലാതാക്കും. അതുപോലെ തന്നെ ഹോർമോണുകളുടെ എല്ലാം താളം തെറ്റിക്കും. ഹോർമോണുകൾ ഈ നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ ഇതെല്ലാം കുറയുന്നുണ്ട്. മെലറ്റോണിൻ ഇല്ലാതാകുന്നതിൻ്റെ കാരണം വെയിൽ കൊണ്ടാലാണ് മെലറ്റോണിൻ ഉണ്ടാകുക. രാത്രി ഡ്യൂട്ടി എടുക്കുന്നവർക്ക് പകൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു. അപ്പോൾ അവർക്ക് മെലറ്റോണിൻ ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇത് ലൈംഗികതയെ കാര്യമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവർക്ക് ശാരീരികമായിട്ട് ക്ഷീണം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ക്ഷീണം കൂടുതലുണ്ടാകുന്നതോടുകൂടി സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ആഗ്രഹം ഉണ്ടാകുകയില്ല. നമ്മുടെ ശരീരം വളരെ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ലൈംഗികതയോട് ഒരു ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ലൈംഗികതയോട് ആഗ്രഹമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന വ്യക്തികൾ എത്തിപ്പെടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത, അതിന് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇനി ഇതുകൂടാതെ ഭാര്യ രാത്രിയിൽ വീട്ടിലും ഭർത്താവ് രാത്രി ജോലിക്കും പോകുന്നു. ഇവർ തമ്മിലുള്ള ശരിക്കും ഒരു കട്ടിൽ കിടന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയില്ലാതുകൊണ്ട് ഇൻറ്റിമസി വല്ലാതെ കുറയുന്നു. ഇങ്ങനെ ഇൻറ്റിമസി കുറയുന്നത് കൊണ്ട് ലൈംഗികമായിട്ടുള്ള ഉത്തേജനവും ലൈംഗികമായിട്ടുള്ള ആഗ്രഹവും അതുപോലെ തന്നെ മൂഡും ഇല്ലാതാകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നതിനും ലൈംഗികമായിട്ടുള്ള പ്രവർത്തനം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ വിധിക്കപ്പെട്ട ചില വ്യക്തികളുണ്ട്. അവർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറിയാലും കാര്യം നടക്കുന്ന കാര്യമല്ല, അവരുടെ ജോലി അതാണ്. അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ലൈംഗികമായിട്ടുള്ള താല്പര്യം അഥവാ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം അവർക്ക് ലഭിക്കാതെ വരുന്നു എന്നുള്ളതാണ്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അതുപോലെ സ്ഥാപനങ്ങളും നൈറ്റ് ഡ്യൂട്ടിയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നതാണ് ലൈംഗികത വീണ്ടെടുക്കുവാനുള്ള ഒരു മാർഗം. സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.